ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ മോളുടെ സർജറി ഡേ ആണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഇരുന്നപ്പോഴത്തേനും നേഴ്സ് വന്നിട്ടൊരു ടാബ്ലറ്റ് കൊടുത്തു. ആകെ 50 ml വെള്ളമേ കുടിക്കാവുള്ളെന്ന് പറഞ്ഞ് നല്ല കയ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ ക്യാനുല ഇടാൻ വേണ്ടി മോളെ വേറെ പീഡിയാട്രിക് വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അതെല്ലാം ഇട്ടിട്ട് വന്നപ്പോൾ ചിരിച്ചോണ്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്നാലും അപ്പോൾ ആൾക്ക് ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് വന്ന് അവളുടെ വെയിറ്റ് നോക്കി. 9 മണിക്കാണ് സർജറി പറഞ്ഞിരുന്നത്. അതുകൊണ്ടിട്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സുമാരൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അവൾക്ക് ആദ്യം 2 ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അവർ സഹായിച്ചു. അവർ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്ത് മുടിയൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കി. പിന്നെ അവൾ കണ്ണാടിയിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ. കണ്ടോ, ഞാനത് വീഡിയോ എടുത്തപ്പോൾ അവൾ എന്തിനമ്മ ഇതൊക്കെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഒരു അറ്റൻഡർ ചേച്ചി വന്നിട്ട് മോളെ എടുത്ത് വീൽ ചെയറിലെത്തി വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അവിടെ ഒരു സിസ്റ്റർ ഓർത്തത് കയ്യിൽ അവളുടെ ടാഗ് ഇല്ല എന്നുള്ളത്. അങ്ങനെ അവർ വന്നിട്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ടാഗും കെട്ടി എല്ലാം റെഡിയാക്കി പതുക്കെ ടാറ്റായും പറഞ്ഞ് പോവാണ്. ഈ സമയത്തൊക്കെ ചെറിയ കരച്ചിലിൻ്റെ വക്കിലൊക്കെ ആയിരുന്നു. എന്നാലും അവൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ബൈയൊക്കെ പറഞ്ഞു. ഞാനും പുറകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ ക്ലോസ് ചെയ്ത് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സർജറിയുടെ ടൈം ഫുള്ളായിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇതാണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവളെ പോസ്റ്റ് ഓട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് മോളെ റൂമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കണ്ടില്ലേ, വന്നപ്പോഴത്തേന് ഇത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ പെയിൻ കില്ലറൊക്കെ കയറ്റിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പം വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു കുറച്ച് നേരം മോളെ കിടത്തിയാൽ മതി, ഒത്തിരി നേരം ഒന്നും എഴുന്നേൽപ്പിക്കേണ്ടാന്ന്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അവൾക്ക് വിശക്കുന്നു. ഇന്നലെ രാത്രിയിൽ 8:30 കഴിച്ചതാണല്ലോ, പിന്നെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ഇപ്പം പൊറോട്ടയും ബീഫും വേണമെന്ന്, ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ. എന്തായാലും നേഴ്സ് കട്ടായം പറഞ്ഞു, അയ്യോ ഇപ്പോൾ ഇതൊന്നും കൊടുക്കല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ ചൂട് പൊടിദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് ഫോണും നോക്കി അവിടെ ഇരിക്കുക. ബാക്കി വിശേഷം നാളെ പറയാം.